ദലാൽ സ്ട്രീറ്റിൽ പോയ വാരം തിരിച്ചുവരവിന്റെ സൂചനകൾ സൂചികയിൽ പ്രകടമായി. തുടർച്ചയായ 3 ആഴ്ചത്തെ ഇടിവാണ് ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. 22,500 എന്ന ലെവലിന് മുകളിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് കഴിഞ്ഞിരുന്നു. 2025 ആരംഭിച്ചതിനു ശേഷം ഏറ്റവും ഉയർന്ന പ്രതിവാര നേട്ടം നിഫ്റ്റിയിൽ കണ്ടു. തുടർച്ചയായ 10 സെഷനുകളും നേട്ടമില്ലാതെ അവസാനിച്ച സൂചിക പിന്നീട് മുന്നേറ്റം പ്രകടമാക്കി. താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട് വന്ന തീരുമാനങ്ങളും സമ്പദ് വ്യവസ്ഥയ്ക്ക് ലിക്വിഡിറ്റി ഉറപ്പുവരുത്താൻ RBI പ്രഖ്യാപിച്ച നടപടിയും ക്രൂഡ് ഓയിൽ വിലയിലെ കുറവും ഹെവി വെയ്റ്റ് ഓഹരികളുടെ മുന്നേറ്റവുമെല്ലാം സൂചികകൾക്ക് പിന്തുണയായി. ഇതോടെ വാരാടിസ്ഥാനത്തിൽ 1.93% മുന്നേറ്റമാണ് നിഫ്റ്റി സൂചികയിൽ ഉണ്ടായത്. അനുകൂല തീരുമാനങ്ങൾ വന്നുവെങ്കിലും ബാങ്ക് നിഫ്റ്റി കാര്യമായ കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നില്ല. 0.32% മുന്നേറ്റം മാത്രമാണ് സൂചികയിൽ ഉണ്ടായത്. ചൈനയുടെ സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപനവും മറ്റ് അനുകൂല ഘടകങ്ങളും മൂലം മെറ്റൽ സൂചികയാണ് ഏറ്റവും അധികം മുന്നേറിയത്. സൂചിക 8.61% കുതിച്ചു. 7.36% കുതിപ്പിൽ മീഡിയ സൂചികയും മുന്നിട്ടു. പോയ വാരം എല്ലാ സൂചികയും പ്രതിവാരാടിസ്ഥാനത്തിൽ പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകിയത്. ബാങ്കിംഗ് സൂചികകൾ മാത്രമാണ് താരതമ്യേന മന്ദഗതിയിലായത്. സൂചികയിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതും ഷോർട്ട് കവറിംഗും ഉണ്ടായതിനാൽ സമീപകാലത്തേക്ക് നിഫ്റ്റി 23,000, 23,500 എന്ന ലെവലിലേക്ക് എത്തിയേക്കാമെന്നാണ് ചോളമണ്ഡലം സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ധർമ്മേഷ് കാന്ത് അഭിപ്രായപ്പെട്ടത്. മാർക്കറ്റ് വാല്യുവേഷൻ നിലവിൽ റീസണബിൾ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതിനാൽ വിപണിയിൽ തിരിച്ചുകയറ്റം ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ കൂടുതലും ലാർജ് ക്യാപ് ഓഹരികളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നും അദ്ദേഹം പറയുന്നു. സ്മോൾ മിഡ് ക്യാപ് സെഗ്മെന്റിൽ ചില ഓഹരികൾ ഇപ്പോഴും ഓവർ വാല്യൂഡ് ആയി തുടരുന്നുണ്ട്. ഡോളറിന്റെ മൂല്യം കുറയുന്നതും ബോണ്ട് യീൽഡ് ഇടിയുന്നതും മൂലം വിദേശ നിക്ഷേപകർ എമേർജിംഗ് മാർക്കറ്റിൽ നിക്ഷേപം ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ നിലവിലെ വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കലിൽ മാറ്റമുണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. മാർച്ചിൽ വിദേശ നിക്ഷേപകർ 12,600 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ ഓഹരികളാണ് നിലവിലെ സാഹചര്യത്തിൽ പരിഗണിക്കാൻ സാധിക്കുന്നതെന്നും കാന്ത് കൂട്ടിച്ചേർത്തു. ആക്സിസ് സെക്യൂരിറ്റീസിലെ രാജേഷ് പാൽവിയ പറയുന്നത് നിഫ്റ്റിയിൽ ഓവർസോൾഡ് സിറ്റുവേഷനിൽ നിന്നും റിക്കവറി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എങ്കിലും നിഫ്റ്റി ഇപ്പോഴും 20-ഡേ മൂവിംഗ് ആവറേജിന് താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. 22,750 ലെവലിലാണ് ഇത് ഉള്ളത്. നിഫ്റ്റിക്ക് 22,750 ലെവൽ മറികടക്കാനായാൽ ഷോർട്ട് കവറിംഗ് ഉണ്ടാകുകയും 22,900 എന്ന ലെവലിലോട്ട് നീങ്ങുന്നതിലേക്ക് കാരണമാകുകയും ചെയ്യും. തുടർന്ന് 23,000 എന്ന ലെവലിലും റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം. 22,400 എന്ന ലെവലിന് മുകളിൽ നിലനിൽക്കാൻ നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സൂചിക ബുള്ളിഷ് ആണെന്ന് തന്നെ വിലയിരുത്താം. മറിച്ച് 22,400 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ മൊമെന്റം ദുർബലമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വരുന്ന ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 22,400 ആണ്. അപ്സൈഡിൽ 22,750 ആണ് ആദ്യ റെസിസ്റ്റൻസ്. തുടർന്ന് 22,900 അടുത്ത റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോഴും 48,600, 48,650 സോൺ മറികടക്കാൻ സാധിക്കുന്നില്ല. 48,650 മറികടക്കാൻ സാധിക്കാത്ത പക്ഷം 48,200, 48,650 റേഞ്ചിൽ കൺസോളിഡേഷൻ ഉണ്ടായേക്കാം. 48,650 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 48,900 അടുത്ത റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുമെന്നും രാജേഷ് പാൽവിയ വ്യക്തമാക്കി. LKP സെക്യൂരിറ്റീസിലെ റൂബക് ദേ പറയുന്നത് നിഫ്റ്റി വീക്ക്ലി ചാർട്ടിൽ 100 EMAയിൽ എത്തി എന്നാണ്. ഇതിനു മുൻപെല്ലാം ഈ ലെവലിൽ എത്തുമ്പോഴെല്ലാം സൂചിക ശക്തമായി തിരിച്ചു കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നിഫ്റ്റി 2 വട്ടം 100 EMA എത്തിയിട്ടുണ്ട്. പിന്നീട് 24%, 55% മുന്നേറ്റം സൂചിക പ്രകടമാക്കി. സമാനമായ റിക്കവറി ഇത്തവണയും രൂപക് ദേ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FII 80%-ലധികം ഷോർട്ട് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് ഉണ്ടായാൽ ഇതും വിപണിയിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ഷോർട്ട് ടേമിൽ പതിയെ ഉള്ള തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ അപ് ട്രെൻഡിൽ കൺസോളിഡേഷൻ ഫേസ് ഉണ്ടാകാനുള്ള സാധ്യതയും അനലിസ്റ്റുകൾ തള്ളിക്കളയുന്നില്ല. വരും മാസങ്ങളിൽ വോളറ്റിലിറ്റിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ശക്തമായ തിരിച്ചുവരവ് മാർച്ചിൽ പ്രതീക്ഷിക്കാമെന്നും രൂപക് ദേ വ്യക്തമാക്കി. അപ്സൈഡിൽ സൂചിക 23,600 വരെ ഉയർന്നേക്കാമെന്നാണ് രൂപക് ദേ പ്രതീക്ഷിക്കുന്നത്. 23,600 മറികടന്നാൽ 24,100 വരെയും പോകാം. ഡൗൺ സൈഡിൽ 22,000, 21,800 ലെവലിലാണ് സപ്പോർട്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ നിലവിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിൽ മാറ്റമുണ്ടാകും. നിഫ്റ്റി ബാങ്ക് സൂചികയിൽ കീ സപ്പോർട്ട് സോണിൽ പലവട്ടം ടെസ്റ്റ് ചെയ്തതായി കാണാം. പക്ഷെ ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിനാൽ റിക്കവറി ഉണ്ടാകുന്നതിന്റെ സൂചനയും ലഭിക്കുന്നില്ല. 48,800 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ട്രെൻഡിൽ മാറ്റമുണ്ടാകും. ഡൗൺ സൈഡിൽ 48,000 എന്ന ലെവലിലാണ് സപ്പോർട്ട്. ഇന്ത്യൻ മാക്രോ തലത്തിൽ വരുന്ന ബുധനാഴ്ച വരുന്ന CPI കണക്കുകൾ നിർണായകമാകും. ജനുവരിയിൽ ഭക്ഷ്യവിലയിലുണ്ടായ കുറവ് മൂലം ഇന്ത്യയിലെ പണപ്പെരുപ്പം 5 മാസത്തെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിരുന്നു. 4.31% CPI. എക്കണോമിസ്റ്റുകളുടെ അനുമാനത്തെക്കാൾ കുറഞ്ഞ കണക്കുകളായിരുന്നു വന്നത്. ഡിസംബറിലെ 5.22% നിന്നും 4.31% കുറഞ്ഞത് ആശ്വാസകരമായിരുന്നു.
ഫെബ്രുവരിയിൽ ഇത് 4.1% കുറഞ്ഞേക്കാമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഭക്ഷ്യവിലയിൽ ഉണ്ടാകുന്ന കുറവ് അനുകൂലമായേക്കാം. എങ്കിലും ആഗോള എഡിബിൾ ഓയിലിന്റെ വില ഉയർന്നിട്ടുണ്ട്. താരിഫ് പോളിസിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷ്യവിലയിൽ പ്രതിഫലിച്ചേക്കാമെന്നും വിലയിരുത്തുന്നുണ്ട്. വ്യാവസായിക ഉൽപാദന കണക്കുകളും നിർമ്മാണ ഔട്ട്പുട്ട് കണക്കുകളും അന്നു തന്നെയാണ് വരുന്നത്. ഇത് ഇൻഡസ്ട്രി ലെവലുള്ള ട്രെൻഡ് മനസ്സിലാക്കാൻ സഹായിക്കും. വെള്ളിയാഴ്ച ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കണക്കുകളും അറിയാം. നിലവിലെ സാഹചര്യത്തിൽ ഈ കണക്കുകൾക്കും ഏറെ പ്രാധാന്യമുണ്ട്. എങ്കിലും ഈ കണക്കുകളുടെ ഇമ്പാക്ട് തുടർന്നു വരുന്ന ആഴ്ചയിലാകും പ്രതിഫലിക്കുക. ഹോളിയോടനുബന്ധിച്ച് മാർച്ച് 14 വെള്ളിയാഴ്ച മാർക്കറ്റ് അവധിയായിരിക്കും. അതിനാൽ 4 സെഷനുകൾ മാത്രമുള്ള വീക്കിൽ ഈ റിക്കവറി മൊമെന്റം തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.